ചുണ്ടേലിലെ ഓട്ടോ ഡ്രൈവർ നവാസിന്റേത് ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. കേസിൽ സഹോദരങ്ങളായ പ്രതികൾ കുറ്റം സമ്മതിച്ചു. വാഹനമോടിച്ച സുമിൽ ഷാദ്, സഹോദരൻ അദിൻ ഷാദ് എന്നിവർ വൈത്തിരി പോലീസിന്റെ കസ്റ്റഡിയിൽ. സംഭവ ദിവസം നവാസ് വരാൻ ഏറെ നേരം കാത്തിരുന്ന വാഹനവുമായി വേഗത്തിൽ പോകുന്ന സുമിൽ ഷാദിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, പ്രതികൾ എന്താണെങ്കിലും കാര്യങ്ങൾ സമ്മതിച്ചു. ആസൂത്രിത കൊലപാതകമെന്ന വിവരത്തിലേക്ക് തന്നെ പോലീസ് എത്തിച്ചേരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ആദ്യം വളരെ സ്വാഭാവികമായ ഒരു അപകടം എന്ന നിലയിൽ തന്നെയാണ് പ്രാഥമിക പോലീസും നാട്ടുകാരും കരുതിയത്. എന്നാൽ പിന്നീടാണ് ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ നേരത്തിൽ സുമിൽ ഷാദും നവാസും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് നടത്തിയ ചില അന്വേഷണങ്ങളിലാണ് ഇത്തരത്തിൽ അസ്വാഭാവികത കണ്ടത്. മാത്രവുമല്ല, ഈ രാവിലെ ഈ അപകടം നടന്ന സമയത്ത് ദൃക്സാക്ഷിയായ ഒരാൾ സുമിൽ ഷാദിന്റെ അസ്വാഭാവികമായ യാത്രയും അതിന് അപകടം നടന്ന ശേഷമുള്ള പെരുമാറ്റവും ഒക്കെ തന്നെ കൂട്ടി വായിച്ചപ്പോൾ ഇത് ഒരു ആസൂത്രിതമായ രീതിയാണോ എന്ന് സംശയിക്കുകയും ആ രീതിയിൽ പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇത് ആസൂത്രിത കൊലപാതകമാണെന്ന തരത്തിൽ ഇടപെടുന്നത്. തുടർന്ന് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തി പരാതി നൽകി. സുമിൽ ഷാദിന്റെ ചുണ്ടയിലുള്ള ഹോട്ടൽ ഉൾപ്പെടെ നാട്ടുകാർ വൈകാരികമായി ഇടപെട്ട് നവാസിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ എത്തി ആ തരത്തിൽ അടിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം വരും ഉണ്ടായി. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. പോലീസ് നിരീക്ഷണത്തിലായിരുന്നു സുമിൽ ഷാദ്. തുടർന്ന് രാത്രിയോടെയാണ് ഇന്ന് രാവിലെയോടെയാണ് സുമിൽ ഷാദിനെ കസ്റ്റഡിയിലെടുത്തത്. സഹോദരൻ അജിനും കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തി. ഈ പ്രതികൾ സുമിൽ ഷാദ് വളരെ നേരം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അല്പം ദൂരെ മണിക്കൂറുകളോളം കാത്തു നിന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇദ്ദേഹമാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് അനുമാനിക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ ഇരുവരെയും അതിന് ഈ സുമിൽ ഷാദിനെ സഹായിച്ചതാണ് സഹോദരൻ അദിൻ ഷാദ്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരെയുമാണ് പ്രാഥമികമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആസൂത്രണത്തിലും മറ്റും ഇടപെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും പൂർത്തിയായി വരികയാണ്. എന്നാലും 11 മണിയോടെ DYSP ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവും. എന്തായാലും പ്രാഥമികമായി ഇവർ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. പ്രതികൾ ഇത് സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായി DYSP 11 മണിക്ക് മാധ്യമങ്ങളോട് വിശദീകരിക്കും. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുൾപ്പെടെ ആ വിഷയങ്ങൾ ഉൾപ്പെടെ പ്രതികളിൽ നിന്ന് കൂടുതൽ അറിയേണ്ടതുണ്ട്. എന്തായാലും കസ്റ്റഡിയിലായ പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും അറസ്റ്റിലേക്ക് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.